ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്താലോ? പ്രവർത്തനം 1. ഉത്തരം എഴുതാം. നോക്കൂ. കൂ കൂ. കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. അമ്മക്കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്നു. പുറത്തേക്ക് നോക്കി. ഹായ്, നല്ല നിലാവ്. പാൽപാത്രം തട്ടിമറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ. വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റത്തിളകിയാടുന്നു. ഏതു നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. കഥ വായിച്ചല്ലോ കൂട്ടുകാരെ. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലോ? നോക്കൂ. കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നതിൻ്റെ കാരണം എന്താണ്? പറയൂ. കൂമൻ്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? നിലാവ് കണ്ടിട്ട് പാൽപാത്രം തട്ടി മറിഞ്ഞതുപോലെ തോന്നി. തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്. നിലാവുള്ള രാത്രിയിൽ. ഭംഗി എന്ന അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ് കൂട്ടുകാരെ? ചന്തം. കഥയ്ക്ക് ഒരു തലക്കെട്ട് എഴുതൂ. ഞാൻ എഴുതിയത് നോക്കൂ. കുഞ്ഞിക്കുരുവിയുടെ നിലാക്കാഴ്ച. പ്രവർത്തനം 2. സംഭാഷണം എഴുതാം. എലിയും വലയിലകപ്പെട്ട സിംഹവും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. എലി: രാജാവേ, എന്തു പറ്റി? സിംഹം: ഞാൻ ഈ വലയിൽ അകപ്പെട്ടു. എലി: വിഷമിക്കേണ്ട, ഞാൻ രക്ഷിക്കാം. സിംഹം: നിനക്കെങ്ങനെ എന്നെ രക്ഷിക്കാനാകും? എലി: എൻ്റെ പല്ലുകൾ കണ്ടോ? ഈ വല കടിച്ചു മുറിക്കാം. സിംഹം: നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. എലി: എന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാനാകൂ. സിംഹം: നന്ദിയുണ്ട്. എലി: വല മുറിഞ്ഞു, രക്ഷപ്പെട്ടോളൂ. സംഭാഷണം എഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? അടുത്തൊരു പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3. കളി വിവരണം. നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതൂ. നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെ കളികളാണുള്ളത്? ഈർക്കിൽ കളി, കൊന്തിക്കളി, പന്ത് കളി, ഏണി പാമ്പും കളി. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ. ഫുട്ബോൾ കളി. ഗ്രൗണ്ടിൽ കളിക്കുന്ന കളിയാണ് ഫുട്ബോൾ. സാധാരണയായി 11 കളിക്കാർ ഒരു ടീമിൽ ഉണ്ടാവും. ഗ്രൗണ്ടിൻ്റെ രണ്ടറ്റത്തും ഓരോ ഗോൾ പോസ്റ്റുകൾ ഉണ്ട്. ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്നു. ഗോൾ കീപ്പർക്ക് മാത്രമേ കോർട്ടിൽ പന്ത് കൈകൊണ്ട് തൊടാൻ കഴിയൂ. കൂടുതൽ ഗോൾ നേടുന്ന ടീം മത്സരത്തിൽ വിജയിക്കും. ഫുട്ബോളിനെ കുറിച്ച് എഴുതിയത് മനസ്സിലായോ കൂട്ടുകാരെ? ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിയെക്കുറിച്ച് എഴുതി ചേർക്കണം കേട്ടോ. പ്രവർത്തനം 4. വരികൾ കൂട്ടിച്ചേർക്കാം. കുഞ്ഞിക്കുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂട് വിട്ട് പുറത്തേക്ക് പറന്നു. ഹായ്, എത്ര മനോഹരം! കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ച പുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാം. കവിതയ്ക്ക് തലക്കെട്ടും നൽകണം കേട്ടോ. നോക്കൂ കൂട്ടുകാരെ, കുറച്ച് വരികൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഏതാണെന്ന് നോക്കൂ. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ടു പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും തെളിയുന്നേ. ഇനി നമുക്ക് വരികൾ ഉണ്ടാക്കിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. മഞ്ഞക്കതിരണി പാടങ്ങൾ കണ്ണിന് കുളിരായി നിൽക്കുന്നു. കളകളം ഒഴുകും തോടുകളും പുഴയിലെ കുഞ്ഞു ഓളങ്ങളും പച്ച പുതച്ച കുന്നുകളും പൂന്തേനുണ്ണും പൂമ്പാറ്റകളും കാറ്റിൽ ആടി രസിക്കുന്നു. ഇതുപോലെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരികൾ എഴുതി ചേർക്കാം കേട്ടോ. കൂട്ടുകാരെ, ഇനി നമുക്ക് ഇതിനെ പറ്റിയൊരു തലക്കെട്ട് നൽകിയാലോ? കുഞ്ഞിക്കുരുവിയുടെ കാഴ്ചകൾ നമുക്ക് എങ്ങനെ കൊടുക്കാം?
കുഞ്ഞിക്കാഴ്ചകൾ എന്നാണ് ഞാൻ തലക്കെട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തലക്കെട്ട് നൽകാം. അടുത്തൊരു പ്രവർത്തനം നോക്കൂ. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗം നിങ്ങൾ പഠിച്ചതാണല്ലോ. താഴെ തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ കൂട്ടുകാരെ. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ. രാഷ്ട്രപിതാവ് മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഭാര്യ കസ്തൂർബ ഗാന്ധി. മാതാവ് പുത്ലിബായി ഗാന്ധി. പിതാവ് കരംചന്ദ് ഗാന്ധി. മരണം 1948 ജനുവരി 30. പ്രധാന സമരങ്ങൾ: ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ആത്മകഥ: എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സമരരീതി: അഹിംസ. ബാപ്പുജി. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇവ കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. മാതാവ് പുത്ലിബായിയും പിതാവ് കരംചന്ദ് ഗാന്ധിയുമാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കസ്തൂർബ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ സമരരീതി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഉപ്പു സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1948 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഗുഡ് ബൈ.